മന്ത്രി ഒ ആർ കേളു ജനപ്രതിനിധികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ മന്ത്രി ഒ ആർ കേളു തന്നെ ചേരുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ട് ഒരു ശ്രമങ്ങളുണ്ടായിരിക്കുന്നു ഇപ്പോൾ. അതെ, പിന്നെ ഇന്ന് രാവിലെ ഈ രാധ എന്ന് പറയുന്ന നമ്മുടെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട സഹോദരിയാണ് ഇന്ന് രാവിലെ കാപ്പി കുറയ്ക്കാനായിട്ട് തോട്ടത്തിലേക്ക് പോയ ആ സമയത്താണ്, ജോലിക്ക് പോയ സമയത്താണ് ഈ കടുവയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് അവർ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആർക്കും കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ കടുവ പിന്നെ അവരെ വലിച്ചടിച്ച് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പൊതുസമൂഹം വല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ ഒരു പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഇവിടെ രാവിലെ ഉണ്ടായി. അപ്പോൾ ജനങ്ങളുമായി സംസാരിച്ച് ഇപ്പോൾ ഒരു ധാരണയിൽ എത്തി. ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ബോഡി വിട്ടുകൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരു ആവശ്യം വരുന്നത്. നഷ്ടപരിഹാരം സംബന്ധിച്ച് നഷ്ടപരിഹാരം മാത്രമല്ല, അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ കടുവേനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ഡിമാൻഡ്. അപ്പോൾ അത് നമ്മുടെ തിരുവനന്തപുരം വനമന്ത്രി ഓഫീസുമായി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇടപെട്ടു. അപ്പോൾ ഇതൊരു നരഭോജി കടുവയാണ്. അത് കണക്കാക്കിക്കൊണ്ട് കടുവേനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവ് ഇപ്പോൾ തന്നെ വേഗത്തിലാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജനത്തിന് സുരക്ഷത ഈ ഭാഗത്ത് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RRT ടീമിനെ ഇന്ന് തന്നെ ഈ പ്രദേശത്തേക്ക് വിന്യസിക്കാനും, അതോടൊപ്പം നമ്മുടെ ഫെൻസിങ്ങിൻ്റെ ഒരു പദ്ധതി ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് 2-3 വട്ടം നമ്മൾ ടെൻഡർ ചെയ്തിട്ട് ടെൻഡർ ആരും എടുക്കാത്തത് കൊണ്ടും വർക്ക് ലാഗ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി റീടെൻഡർ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ VSSമായി ബന്ധപ്പെട്ട് ജനകീയ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, അവരുടെ കുടുംബം പറഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു കുടുംബത്തിന് ഒരു ജോലി എന്തെങ്കിലും വേണം എന്നുള്ള ഡിമാൻഡാണ് പറഞ്ഞത്. ഇപ്പം നിലവിൽ മരിച്ച രാധയുടെ ഭർത്താവ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളതാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ജോലി സംബന്ധിച്ച് മന്ത്രി തന്നെ ആ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ക്യാബിനറ്റിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും പരിശോധിക്കാമെന്ന് കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ നഷ്ടപരിഹാരം ഇപ്പം ഈ 10 ലക്ഷമാണ് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 10 ലക്ഷം അതിന് പുറമെ പട്ടികവർഗക്കാരും എന്നുള്ള പരിഗണനയും ഫോറസ്റ്റിൻ്റെ പുറത്തുനിന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് 1 ലക്ഷം കൂടി ചേർത്ത് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നമ്മൾ കൊടുക്കാനും, ബാക്കി തുക കുടുംബ സർട്ടിഫിക്കറ്റും അവകാശ സർട്ടിഫിക്കറ്റും ഒക്കെ ലഭ്യമാക്കുന്ന മുറയ്ക്ക് വളരെ വേഗം തന്നെ ആ പൈസ കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളിപ്പം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ പെട്ടെന്ന് തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് വൈകുന്നേരത്തിനുള്ളിൽ അടക്കം ചെയ്യണം എന്നുള്ള രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിട്ടുള്ളത്.